ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗ്നാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ശരിയാക്കാൻ ഒരു സിമ്പിളായിട്ടുള്ള ഞണ്ട് കറിയുടെ റെസിപ്പി ആട്ടോ. അതിനാവശ്യമായൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും പൊട്ടിച്ച് പച്ചമുളകും വഴറ്റി കറിവേപ്പില ഇട്ട് ഒരു 7-8 സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-20 കൊച്ചുള്ളിയും അതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന്, എന്നിട്ട് അതൊക്കെ ഒന്ന് വഴറ്റുന്ന വരെ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ചൂടായ ഒരു പാത്രത്തിലോട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നല്ലപോലെ റോസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് അടി പിടിക്കാതെ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ സവാളയൊക്കെ ഒരുവിധം ആയി വരുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞണ്ടുള്ളത് ഒരു 7 ഞണ്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ഞാൻ അതിൻ്റെ അകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ച് വെച്ച് അങ്ങ് വേവിക്കണം. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഒരടപ്പിട്ട് നല്ലപോലെ മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. പിന്നെ ഈ തേങ്ങ റോസ്റ്റ് ചെയ്ത് വരുന്നൊരു ബ്രൗൺ കളറാകുമ്പോൾ ചെറിയ ജാറിലേക്ക് മാറ്റി നല്ലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അതിലേക്ക് പൊടികൾ ആവശ്യം: മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. അത് നല്ലപോലെ ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് തട്ടി വീഴണം. ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഈ റോസ്റ്റാക്കിയ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ തട്ടി വീഴണം കേട്ടോ. ആവശ്യത്തിന് ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് അടി പിടിക്കാത്ത വിധം വേവിച്ചെടുത്തിട്ട് ഇച്ചിരി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരച്ച അതിൻ്റെ അകത്തോട്ട് തന്നെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കുക. കുറച്ച് നേരം ഒന്ന് വറ്റുന്നവരെ, ഒരു ഗ്രേവി പരുവാകുന്നവരെ എടുക്കുക. അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് ഇച്ചിരി വറ്റി വരുമ്പോൾ ഒന്ന് തുറന്നൊക്കെ സൂപ്പർ കറിയായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ആവശ്യത്തിന് എരിവ് വേണ്ടവർക്ക് അധികം ഇടാം കേട്ടോ. അടിപൊളി കറിയാന്ന് ട്രൈ ചെയ്ത് നോക്കണേ.